കഴിഞ്ഞ ദിവസം പുറത്തു വന്ന എഫ്സി ഫയലിന്റെ അടിസ്ഥാനത്തിൽ മിഡിൽ ഈസ്റ്റിലെ 2017-ലുണ്ടായ ഗൾഫ് പ്രതിസന്ധിയെ കുറിച്ചുള്ള ഞെട്ടിക്കുന്ന ചില സൂചനകളാണ് പുറത്തു വന്നിരിക്കുന്നത്. 2017-ലെ ഗൾഫ് പ്രതിസന്ധി പറയുമ്പോൾ കുറച്ചു പേർക്കെങ്കിലും അറിയാമായിരിക്കും. സൗദി അറേബ്യ, ബഹ്റൈൻ, ദുബൈ, UAE പോലുള്ള രാജ്യങ്ങൾ ഖത്തറിനെ ഒറ്റപ്പെടുത്തി. ഖത്തറിനെ ആകാശമാർഗം, നാവിക മാർഗം, കരമാർഗം എല്ലാ രീതിയിലും ഒറ്റപ്പെടുത്തി. സൗദി അറേബ്യയിൽ നിന്ന് ചെയ്യുന്ന അൽമറായിന്റെ കമ്പനിയുടെ കച്ചവടം പോലും നിർത്തിവെച്ചുകൊണ്ട് ഒരു വല്ലാത്ത പ്രതിസന്ധി ഗൾഫിൽ ഉടലെത്തിയിരുന്നു. അതിനെക്കുറിച്ചാണ് ഇപ്പോൾ എപ്സ്റ്റീൻ ഫയലിൽ വളരെ നിർണായകമായ ചില വിവരങ്ങൾ പുറത്തു വന്നിരിക്കുന്നത്. അന്ന് ഖത്തറിനെതിരെ നടന്നത് വെറും ഒരു ഉപരോധം മാത്രമല്ല, നിശബ്ദമായിട്ടുള്ള ഒരു സൈനിക ഏറ്റുമുട്ടലിലേക്ക് തന്നെയായിരുന്നു കാര്യങ്ങൾ ചെന്നെത്തേണ്ടിയിരുന്നത് എന്ന് തന്നെയാണ് എപ്സ്റ്റീൻ ഫയലിന്റെ പുറത്തു വന്ന രേഖകൾ പ്രകാരം മനസ്സിലാക്കുന്നത്. അങ്ങനെ ഒരു ഏറ്റുമുട്ടലിന്റെ വക്കിൽ എത്തിയ സമയത്താണ് തുർക്കി സൈന്യം ഖത്തറിൽ ഇറങ്ങുകയും തുർക്കി സൈന്യത്തെ ഭയന്നുകൊണ്ട് ഈ പറഞ്ഞ കക്ഷികളിൽ നിന്ന്, പ്രത്യേകിച്ച് UAE, സൗദി അറേബ്യ, ബഹ്റൈൻ തുടങ്ങിയ കക്ഷികളിൽ നിന്നുള്ള ഭരണാധികാരികൾ ഈ ഏറ്റുമുട്ടലിൽ നിന്ന് പിൻവാങ്ങുകയായിരുന്നു എന്നാണ് എപ്സ്റ്റീൻ ഫയലിൽ നിന്ന് ലഭിച്ച വിവരം. എന്തായാലും കാര്യങ്ങൾ നമുക്ക് വിശദമായി ഒന്ന് പരിശോധിക്കാം. എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. ഗൾഫ് മേഖല വലിയൊരു പ്രതിസന്ധിയിൽ ചെന്നെത്തി. സൗദി അറേബ്യ, ബഹ്റൈൻ, ഈജിപ്ത് എന്നീ 4 രാജ്യങ്ങൾ ചേർന്ന് ഖത്തർ എന്ന രാജ്യത്തെ ഉപരോധിച്ചു. വിമാനങ്ങൾക്ക് വിലക്ക്, കപ്പലുകൾക്ക് സഞ്ചരിക്കാൻ സാധിക്കില്ലായിരുന്നു, അതിർത്തികൾ പൂർണ്ണമായിട്ടും അടച്ചു. അങ്ങനെ കര, നാവിക, സമുദ്ര അതിർത്തികൾ പൂർണ്ണമായിട്ടും അടച്ചു. പുറത്തുനിന്ന് നോക്കുന്നവർക്ക് ഇതൊരു രാഷ്ട്രീയ നീക്കമായി തോന്നിയെങ്കിലും ഉള്ളിൽ പൊതുവെ ഒരുപാട് ഭയപ്പെട്ടത് മറ്റൊന്നായിരുന്നു. ഇതൊരു യുദ്ധമായി വികസിക്കുമോ എന്നുള്ള ഭയം മലയാളികൾ ഉൾപ്പെടെയുള്ള നിരവധി പേർക്ക് ഉണ്ടായിരുന്നു. അന്നത്തെ മീഡിയകളിലൊക്കെ നമ്മൾ കാര്യമായിട്ട് കേട്ടിരുന്നത് ഉപരോധത്തെ കുറിച്ചായിരുന്നു. പക്ഷേ കഴിഞ്ഞ ദിവസം ലീക്കായ എപ്സ്റ്റീൻ ഫയൽസിൽ നിന്ന് ലഭ്യമായ വിവരം മറ്റൊന്നാണ്. നമുക്കൊന്നും കാണാൻ സാധിക്കാത്ത, അറിയാൻ സാധിക്കാത്ത വലിയൊരു ഗെയിം ആ ഉപരോധത്തിന് പിന്നിൽ ഉണ്ടായിരുന്നു എന്നാണ് ഈ ഫയലിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ ഫയലുകളിൽ നിന്ന് ലീക്കായ ഒരു ഇമെയിലിൽ നിന്ന് ലഭിച്ച വിവരം, ഗൾഫ് മേഖല ഏറ്റവും അപകടത്തിൽപ്പെട്ട ആ നിമിഷം ഖത്തറിന് എല്ലാവിധ സൗകര്യങ്ങളും ചെയ്തു കൊടുത്തത് തുർക്കിയായിരുന്നു എന്നാണ്. ഉപരോധത്തിന് പുറമെ ഖത്തറിലേക്ക് ഒരു ആക്രമണം പ്രതീക്ഷിച്ച സൗദി ഉൾപ്പെടെയുള്ള സഖ്യകക്ഷികൾ ഭയന്ന് വിറച്ച് പിന്നോട്ടടിച്ച് ആക്രമണത്തിൽ നിന്ന് പിന്നോട്ട് പോയത് തുർക്കിയുടെ സാന്നിധ്യവും തുർക്കിയുടെ സൈനിക ശക്തിയും കണ്ടിട്ടാണ് എന്നാണ് ഇപ്പോൾ ഈ ഫയലിൽ നിന്ന് വ്യക്തമാകുന്നത്. ലീക്കായ ഇമെയിലിൽ പറയുന്നത് ഇപ്രകാരമാണ്: ഖത്തറിനെതിരെ സൗദിയും UAEയും സൈനിക നീക്കം ആലോചിക്കുന്ന സമയത്ത് ഖത്തറിലുണ്ടായിരുന്ന തുർക്കി സൈന്യം ഒരു തടസ്സമായി മാറി. അതിന്റെ തൊട്ടു മുമ്പ് ഖത്തറും തുർക്കിയും തമ്മിൽ ഒരു സൈനിക ഉടമ്പടി ഉണ്ടായിരുന്നു. അതിന്റെ ഭാഗമായിട്ട് ഖത്തറിൽ തുർക്കി സൈന്യവും ഉണ്ടായിരുന്നു. ഏതായാലും സൗദി അറേബ്യയും UAEയും ഖത്തറിലേക്ക് സൈനിക നടപടി ആലോചിക്കുമ്പോൾ അവർക്ക് ഏറ്റവും തടസ്സമായി നിന്നത് തുർക്കി സൈന്യമായിരുന്നു. ഖത്തറിനെ ആക്രമിച്ചാൽ തങ്ങൾ തിരിച്ചടിക്കുമെന്നോ, തങ്ങൾ ഇവിടെ ഉണ്ട് അതുകൊണ്ട് ഇങ്ങോട്ടേക്ക് യുദ്ധത്തിന് വരണ്ട എന്നോ, ഇത്തരം വില കുറഞ്ഞ പ്രസ്താവനകളോ മറ്റുള്ള കാര്യങ്ങളോ തുർക്കി സൈന്യത്തിന്റെ ഭാഗത്തു നിന്നോ തുർക്കി ഭരണാധികാരികളിൽ നിന്നോ ഒന്നും തന്നെ ആ സമയത്ത് ഉണ്ടായില്ല. പക്ഷേ തുർക്കിയുടെ സാന്നിധ്യം മാത്രം കണ്ട് ആക്രമണത്തിന് വന്ന രാജ്യങ്ങൾ പതിയെ ആ ലക്ഷ്യത്തിൽ നിന്ന് പിന്മാറുകയായിരുന്നു. ഒന്നുകൂടി വ്യക്തമാക്കി പറഞ്ഞാൽ തുർക്കിയുടെ സാന്നിധ്യം തന്നെ ഈ രാജ്യങ്ങളെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചു. ഖത്തറിന് ഉപരോധം പ്രഖ്യാപിച്ചതോടുകൂടി ഖത്തറിലുള്ള തുർക്കിയുടെ ബേസിലേക്ക് തുർക്കി സൈനികരുടെ അംഗസംഖ്യ ഇരട്ടിയായി വർദ്ധിപ്പിച്ചു. പക്ഷെ അന്ന് അത് ലോകം കണ്ടത് ഒരു നയതന്ത്ര പിന്തുണയായി മാത്രമായിരുന്നു. പക്ഷെ ഈ ഇമെയിലിൽ നിന്ന് ലഭിക്കുന്ന വിവരം അനുസരിച്ച് ആ നീക്കമാണ് ഒരു വലിയ യുദ്ധത്തിന്റെ സാധ്യത പോലും ഇല്ലാതാക്കിയത് എന്ന് തന്നെയാണ്. ഖത്തറിനെ സംബന്ധിച്ചിടത്തോളം തുർക്കിയുടെ സൈന്യം അവിടെ ഉള്ളത് അവർക്ക് വലിയ ആത്മവിശ്വാസവും ധൈര്യവുമാണ് നൽകിയത്. മറുവശത്ത് UAE, സൗദി സഖ്യകക്ഷികൾക്ക് തുർക്കി അവിടെ ഉള്ളത് തന്നെ അങ്ങോട്ടേക്ക് അടുക്കാൻ രീതിയിലുള്ള തടസ്സവും ഭയവുമായി മാറി. ഇങ്ങനെയൊക്കെയാണെങ്കിലും നമ്മൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, ഇതൊക്കെ ലീക്കായ ഒരു ഇമെയിലിൽ നിന്ന് ലഭിച്ച വിവരങ്ങളാണ്. സൗദി അറേബ്യയോ UAEയോ തുർക്കിയോ ഖത്തറോ ഈ വിഷയത്തെ കുറിച്ച് ഔദ്യോഗികമായി യാതൊരു പ്രതികരണവും ഈ സമയം വരെ നടത്തിയിട്ടില്ല. പക്ഷെ ഈ ഫയലുകൾ ഒരു കാര്യത്തെ നമ്മെ ശക്തമായിട്ട് ഓർമ്മിപ്പിക്കുന്നുണ്ട്. നമ്മൾ വാർത്തകളിലൂടെ കണ്ട ഉപരോധത്തിന് പിന്നിൽ കാണാതെ പോയ സൈനിക സമ്മർദ്ദങ്ങളും
ഭീഷണികളും നിലനിന്നിരുന്നു എന്ന ഒരു വലിയ സത്യം. 2017 അന്നത്തെ ഉപരോധം ഒരു യുദ്ധമാകാതെ അവസാനിച്ചത് ഡിപ്ലോമാറ്റിക് ചർച്ചയിലൂടെ മാത്രമല്ല, തുർക്കി എന്ന വൻ ശക്തിയുടെ സാന്നിധ്യം ഒന്നുകൊണ്ട് മാത്രമാണ് ഒരു യുദ്ധമാകാതെ ഈ വലിയൊരു പ്രശ്നം പരിഹരിക്കപ്പെട്ടത് എന്ന് നമുക്ക് തീർച്ചയായിട്ടും ഈ ലീക്ക് ചെയ്ത ഇമെയിലിന്റെ അടിസ്ഥാനത്തിൽ വിലയിരുത്താൻ സാധിക്കും. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് പിന്തുണ തരണമെന്ന് വളരെ വിനീതമായി അഭ്യർത്ഥിക്കുന്നു. മറ്റൊരു വീഡിയോ ഒട്ടും വൈകാതെ തന്നെ കാണാമെന്ന പ്രതീക്ഷയോടെ തൽക്കാലത്തേക്ക് വിട പറയുന്നു.